ഒരു മുൻ ഗതാഗത മന്ത്രിയും കേരള കോൺഗ്രസ് ബി നേതാവുമായ കെ.ബി. ഗണേഷ് കുമാർ യു.ഡി.എഫിൽ തിരികെ എത്തുന്നതിനുള്ള ചില ശ്രമങ്ങൾ നടത്തുന്നതായ വാർത്തകൾ തിരുവനന്തപുരം ബേസ് ചെയ്ത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അവർ വിലയിരുത്തുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ കെ.ബി. ഗണേഷ് കുമാറിൻ്റെതായ ചില പ്രസ്താവനകൾ പുറത്തു വന്നിരുന്നു. അതിൽ പ്രധാനമായും ഇതിവൃത്തമായിട്ടുള്ളത് മുഖ്യമന്ത്രി വി.ഡി. സതീശനും NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായിട്ടുള്ള ചില വിവാദങ്ങളാണ്. അതിൽ സുകുമാരൻ നായർ മുഖ്യമന്ത്രി വി.ഡി. സതീശനെതിരെ ഉന്നയിച്ച ഒരു ആരോപണം തനിക്ക് മുഖ്യമന്ത്രി പ്രവേശന അനുമതി നിഷേധിച്ചു എന്നതാണ്. തന്നെ കാണുന്നതിന് മുഖ്യമന്ത്രി അനുവദിച്ചില്ല എന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ വിവാദപരമായ പ്രസ്താവന ഉണ്ടായപ്പോൾ പരോക്ഷമായും പ്രത്യക്ഷമായും മുഖ്യമന്ത്രി വി.ഡി. സതീശനോടൊപ്പം നിൽക്കുന്ന പ്രസ്താവനയുമായിട്ടാണ് നേരത്തെയൊക്കെ NSSൻ്റെ പ്രമുഖ സ്ഥാനങ്ങളിൽ ഇരുന്നിട്ടുള്ള NSSൻ്റെ ഡയറക്ടർ ബോർഡൊക്കെ മെമ്പറൊക്കെ ആയിരുന്നിട്ടുള്ള കെ.ബി. ഗണേഷ് കുമാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസ്താവന എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അങ്ങനെ പെരുമാറുന്ന ഒരാളല്ല. അദ്ദേഹം ആരുമായിട്ടും ഇങ്ങനെ അപമര്യാദയെ പെരുമാറില്ല. ഒരുപക്ഷെ NSS ജനറൽ സെക്രട്ടറിയുടെ ആരോപണം അത് ശരിയായിരിക്കില്ല, അത് വ്യർത്ഥമായ അല്ലെങ്കിൽ കള്ളമായ ഒരു ആരോപണം എന്ന രീതിയിലായിരുന്നു കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഒരു പ്രസ്താവന ഉണ്ടായത്. അതിപ്പോൾ കൂട്ടി വായിക്കപ്പെടുകയാണ്. അതായത് കെ.ബി. ഗണേഷ് കുമാർ ഒരുപക്ഷെ UDFിൽ എത്താനുള്ള ശ്രമങ്ങളുടെ ഫലമായിട്ടാണ് കെ.ബി. ഗണേഷ് കുമാറിൻ്റെ ഈ വി.ഡി. സതീശൻ പ്രകീർത്തനം എന്ന രീതിയിൽ ചില നിഗമനങ്ങൾ തലസ്ഥാന നഗരിയിൽ നിന്നുണ്ടാകുന്നുണ്ട് എന്നതാണ് വാസ്തവം. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനും കെ.ബി. ഗണേഷ് കുമാർ ഒരുപക്ഷെ UDFിൽ എത്തുന്നതിന് വിരോധമുണ്ടാകില്ല. കാരണം മുസ്ലിം ലീഗിൻ്റെയും ഒപ്പം കെ.ബി. ഗണേഷ് കുമാറിൻ്റെ പിതാവ് ബാലകൃഷ്ണപിള്ളയുടെയും ഒക്കെ ഒരു പ്രവർത്തന ഫലമായിട്ടാണ് UDF എന്ന് പറയുന്ന സംവിധാനം നിലവിൽ വന്നത്. കെ കരുണാകരൻ്റെ മുഖ്യ ശ്രമഫലമായിട്ട് ഒക്കെ. അതുകൊണ്ട് തന്നെ സ്ഥാപിത നേതാവിൻ്റെ മകൻ എന്ന രീതിയിൽ കെ.ബി. ഗണേഷ് കുമാർ UDFിൽ തിരികെ എത്തുന്നതിൽ മുസ്ലിം ലീഗ് ഒരുപക്ഷെ ഒപ്പം നിന്നേക്കാം, വി.ഡി. സതീശനെ ഒപ്പം നിന്നേക്കാം എന്നൊരു രാഷ്ട്രീയ നിഗമനം പുറത്തു വരുന്നുണ്ട്. പക്ഷേ അത് എത്രത്തോളം കോൺഗ്രസിലെ വിഭാഗം അംഗീകരിക്കും എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങളും പരാമർശങ്ങളും ഒക്കെ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സരിതയെ മുൻനിർത്തി ഉന്നയിക്കുന്നതിന് കെ.ബി. ഗണേഷ് കുമാർ ഒരു പ്രമുഖ ഘടകമായിരുന്നു എന്ന ഒരു ധാരണ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്കിടയിൽ ഉള്ളിടത്തോളം കാലം കെ.ബി. ഗണേഷ് കുമാറിൻ്റെ UDF പ്രവേശനം തടസ്സപ്പെടും എന്നു തന്നെയാണ് രാഷ്ട്രീയ നിഗമനങ്ങളൊക്കെ വരുന്നത്. എങ്കിലും കെ.ബി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് രാഷ്ട്രീയ നിലനിൽപ്പ് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എങ്ങനെയും മലക്കം പറഞ്ഞ് UDFിലെത്തും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം. നേരത്തെ നമുക്കറിയാം, അദ്ദേഹം UDFിൻ്റെ ഭാഗമായിരുന്നപ്പോൾ VS അച്യുതാനന്ദനെതിരേക്ക് വളരെ മ്ലേച്ഛമായ പ്രസ്താവനകളും പ്രസംഗങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോയ ആളാണ്. പിന്നീട് അദ്ദേഹം മന്ത്രിയാകുന്നതിന് വേണ്ടി LDFിൻ്റെ ഭാഗമായി എന്നതും യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നീക്കങ്ങൾ എങ്ങനെയായിരിക്കും, എപ്പോഴായിരിക്കും എന്ന് പറയുക സാധ്യമല്ല. പ്രത്യേകിച്ചും കേരള കോൺഗ്രസിൻ്റെ ഒക്കെ ഒരു പൊതു സ്വഭാവം അങ്ങനെയാണ്. അവരെങ്ങോട്ടും ചായാം മറിയാം എന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. പ്രത്യേകിച്ചും കെ.ബി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് UDFിലേക്ക് എത്താൻ പ്രേരിപ്പിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. പ്രത്യേകിച്ചും അദ്ദേഹം പ്രതിദാനം ചെയ്ത പത്തനാപുരം നിയമസഭാ നിയോജക മണ്ഡലം, അവിടെ അദ്ദേഹം ഇപ്രാവശ്യം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, അവിടെ വിജയിച്ച ജ്യോതികുമാർ ചാമക്കാല വളരെ സജീവമായി തന്നെ ആ മണ്ഡലത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ MLA ഓഫീസ് വളരെ കാര്യക്ഷമമായി തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹം എല്ലാ പൊതുചടങ്ങുകൾക്കും മരണങ്ങൾക്കും സ്വകാര്യ ചടങ്ങുകൾക്കും ഒക്കെയും പങ്കെടുക്കുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ആഭികാമികനായി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം ഒരുപക്ഷെ LDF കെ.ബി. ഗണേഷ് കുമാറിന് സീറ്റ് കൊടുത്താൽ തന്നെയും അദ്ദേഹത്തിന് അവിടെ നിന്ന് വിജയിച്ചു വരുവാനുള്ള സാഹചര്യം ഉണ്ടാകുവാൻ തരമില്ല. അങ്ങനെയാണെങ്കിൽ രണ്ടാമതൊരിക്കൽ കൂടി അവിടെ പരാജയപ്പെട്ടാൽ കേരള കോൺഗ്രസ് ബി എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും കെ.ബി. ഗണേഷ് കുമാറിനെ സംബന്ധിച്ച് അത് രാഷ്ട്രീയ അന്ത്യമായിരിക്കും. പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാകില്ല. പിന്നെ പത്തനാപുരം സീറ്റ് LDF CPMൻ്റെ അക്കൗണ്ടിലോട്ട് പോകും. നേരത്തെ അങ്ങനെയാണ്, ചരിത്രം അങ്ങനെയാണ്. CPMനെ സംബന്ധിച്ച് ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുത്ത് പരാജയപ്പെടുന്നിടത്തൊക്കെ പിന്നീട് അവർ വാങ്ങി സ്വന്തം സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ ഇനി ഒരിക്കൽ കൂടി അവിടെ പരാജയമുണ്ടായാൽ കേരള കോൺഗ്രസ് ബിയും അതുപോലെ ഗണേഷ് കുമാറിൻ്റെ രാഷ്ട്രീയ ഭാവിയും അസ്തമിക്കും എന്നതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ ഒരുപക്ഷെ UDFിലെത്താനുള്ള തന്ത്രങ്ങളുമായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് സൂചനകളൊക്കെയും ലഭിക്കുന്നത്. മാത്രമല്ല അദ്ദേഹം ലക്ഷ്യമാക്കുന്നത് കൊട്ടാരക്കരയാണ്. കൊട്ടാരക്കരയെ സംബന്ധിച്ച് അദ്ദേഹം ലക്ഷ്യമാക്കുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ പിതാവ് B. ബാലകൃഷ്ണപിള്ള നേരത്തെ മത്സരിച്ച് വിജയിച്ചിരുന്ന മണ്ഡലമാണത്. പിന്നീട് ഐഷ പോറ്റി അദ്ദേഹത്തെ തോൽപ്പിച്ചത് മുതൽ അത് CPMൻ്റെ മണ്ഡലമായി. പിന്നീട് കേരള കോൺഗ്രസ് ബി LDFിലെത്തിയിട്ടും ആ മണ്ഡലം കേരള കോൺഗ്രസ് ബിക്ക് വിട്ടുകൊടുത്തില്ല. കാരണം അത് ഐഷ പോറ്റി വിജയിച്ചു വന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത പ്രാവശ്യം UDFിലെത്തിയാലും ആ സീറ്റ് പണ്ട് UDF കേരള കോൺഗ്രസ് ബിയിലായിരുന്നപ്പോൾ കിട്ടിയ സീറ്റ് എന്ന രീതിയിൽ വാങ്ങിച്ചെടുക്കാം എന്ന ഒരു വിശ്വാസം ഗണേഷ് കുമാറിനുണ്ട്. മറിച്ച് LDFിൽ നിൽക്കുകയാണെങ്കിൽ ആ സീറ്റ് ഇപ്പോൾ കിട്ടുന്നതിന് സാധ്യമില്ല. അടുത്ത പ്രാവശ്യം പോലും കിട്ടുന്നതിന് സാധ്യമല്ല. കാരണം അവിടെ ബാലഗോപാൽ എന്ന് പറയുന്ന CPMൻ്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്, നിയമസഭയിൽ പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത സമുന്നതന നേതാവ് ബാലഗോപാലാണ് അവിടെ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൊട്ടാരക്കര സീറ്റ് LDFിലായാൽ പോലും
കേരള കോൺഗ്രസ് ബിക്കോ ഗണേഷ് കുമാറിനോ അനുവദിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം ഉണ്ടാകില്ല. അതുകൊണ്ട് UDFിലെത്തി അടുത്ത പ്രാവശ്യം ആ സീറ്റ് വാങ്ങാം എന്ന ഒരു ധാരണ KB ഗണേഷ് കുമാറിനുണ്ട്. കാരണം അവിടെ UDF ഇപ്പോഴും വിജയിച്ചിട്ടില്ല. ഇത്ര വലിയ തരംഗത്തിലും അവിടെ വിജയിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ ഒരു സാന്നിധ്യവും NSSൻ്റെ വോട്ട് ബാങ്കുകളും ഒക്കെ ചേർത്ത് ഒരുപക്ഷെ വിജയിക്കുവാൻ കഴിയാം എന്ന് കോൺഗ്രസ് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൽ ഒരുപക്ഷെ കേരള കോൺഗ്രസ് ബിക്ക് കൊട്ടാരക്കര നിയമസഭാ മണ്ഡലം അടുത്ത തെരഞ്ഞെടുപ്പിൽ നൽകിക്കൊണ്ട് UDFിൽ എത്താനുള്ള ഒരു അവസരം ഒരുക്കപ്പെട്ടേക്കാം എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് നടത്തപ്പെടുന്നത്. പക്ഷേ ഏറ്റവും പ്രധാനമായും കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർ അത് ഇഷ്ടപ്പെടുന്നില്ല എന്ന രീതിയിലുള്ള വിശകലനങ്ങളും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നേതൃത്വത്തിൻ്റെ വലിയ രീതിയിലുള്ള അമർഷങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. കാരണം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഒറ്റിക്കൊടുത്തുകൊണ്ട് LDFിലെത്തിയ ആളാണ് എന്ന് ഗണേഷ് കുമാർ എന്ന ഒരു ധാരണ കോൺഗ്രസിൻ്റെ സാധാരണ പ്രവർത്തകർക്കിടയിലുണ്ട്. ഒരുപക്ഷെ മരണശേഷവും ഉമ്മൻചാണ്ടി മത്സരിച്ച തിരഞ്ഞെടുപ്പായിരിക്കും ഇത് എന്ന രീതിയിൽ രാഷ്ട്രീയ നിഗമനം പത്തനാപുരം നിയമസഭാ നിയോജകമണ്ഡലങ്ങളിൽ ഉടനീളമുണ്ടായിരുന്നു. കാരണം അവിടെ മുഴുവനും ഉമ്മൻചാണ്ടിയുടെ ഫ്ലക്സുകളും ബോർഡുകളും ഒക്കെ നിറഞ്ഞിരുന്നു. കാരണം ഉമ്മൻചാണ്ടിയെ ചതിച്ചുകൊണ്ട് മറുകണ്ഠം ചാടി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ സരിതയെ കൊണ്ട് ഉന്നയിപ്പിച്ച ആൾ എന്ന ഒരു ധാരണ മണ്ഡലത്തിൽ നിന്നെല്ലാം പറത്തുവാൻ കോൺഗ്രസ്സിന് കഴിഞ്ഞിട്ടുണ്ട് ഗണേഷ് കുമാറിനെതിരെ. അതായിരുന്നു കോൺഗ്രസിൻ്റെ വിജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്നിരിക്കെ KB ഗണേഷ് കുമാറിന് UDFിലെത്തുവാൻ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ എത്ര അനുവദിക്കുമെന്ന ചോദ്യം ഉയരുന്നുണ്ട്. പക്ഷേ കേരള കോൺഗ്രസ് ബിയെ സംബന്ധിച്ച് അവരുടെ രാഷ്ട്രീയ നിലനിൽപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ്. അതിനുവേണ്ടി അവരെന്തു വിട്ടുവീഴ്ചയും ചെയ്യും. കാരണം ഈ അധികാരമില്ലെങ്കിൽ ഇത്തരം ചെറിയ ചെറിയ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അണികൾ കൊഴിഞ്ഞു പോയേക്കും. അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. പ്രത്യേകിച്ചും ഇപ്പോൾ എങ്ങനെയെങ്കിലും UDFിലെത്തിയാൽ 1-2 കോർപ്പറേഷൻ സ്ഥാനങ്ങളൊക്കെ കിട്ടും. അങ്ങനെയാണെങ്കിൽ അണികളെ ആ തണലിൽ പിടിച്ചു നിർത്താം എന്ന ഒരു വ്യാമോഹം കേരള കോൺഗ്രസ് ബിക്കുണ്ട് എന്ന് തന്നെയാണ് ആ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ ക്രോഡീകരിക്കുമ്പോൾ ലഭിക്കുന്നത്. പ്രത്യേകിച്ചും കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് LDFിനെ സംബന്ധിച്ച് അവരുടെ പ്രമുഖരായ ചെറിയ എല്ലാ ഘടകകക്ഷികളും സമ്പൂജ്യരായി 0 സീറ്റിലേക്ക് എത്തുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. കേരള കോൺഗ്രസ് എമ്മിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. 12 സീറ്റിൽ മത്സരിച്ച് 0 സീറ്റ്. NCPയെ സംബന്ധിച്ച് ഏലത്തൂരും അതുപോലെ കിട്ടിയ 2 സീറ്റുകളും അവർ പരാജയപ്പെടുന്ന കുട്ടനാടും 2 സീറ്റുകളും പരാജയപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അതുപോലെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയുടെ കോൺഗ്രസ് എസ് ആ പ്രസ്ഥാനം അദ്ദേഹത്തിൻ്റെ വ്യക്തി മികവിൽ കണ്ണൂരിൽ നിന്ന് 2 പ്രാവശ്യം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടുവെങ്കിലും ഇപ്രാവശ്യം അദ്ദേഹം പരാജയപ്പെട്ടു. ആ പ്രസ്ഥാനവും ഈ തെരഞ്ഞെടുപ്പോടുകൂടി അസ്തമിക്കപ്പെടും എന്ന രീതിയിൽ തന്നെയാണ് വിശകലനങ്ങളൊക്കെ വരുന്നത്. INLും അടുത്ത തെരഞ്ഞെടുപ്പോടുകൂടി ആ സീറ്റ് കോഴിക്കോട് നോർത്ത് സീറ്റ് INL മത്സരിച്ച ആ സീറ്റ് CPM പിടിച്ചെടുക്കും എന്ന രാഷ്ട്രീയ നിഗമനങ്ങൾ തന്നെയാണ് വരുന്നത്. അതായത് കേരള കോൺഗ്രസ് ഉൾപ്പെടെ LDFിലെ ചെറിയ ഘടകകക്ഷികളൊക്കെയും മുന്നണി മാറുവാനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. കാരണം അടുത്ത പ്രാവശ്യം ആ സീറ്റ് ഇപ്പോഴത്തെ പരാജയം പറഞ്ഞ ആ സീറ്റുകളൊക്കെ CPM പിടിച്ചെടുക്കും എന്ന ഒരു ധാരണയുണ്ട് അവർക്ക്. പ്രത്യേകിച്ചും CPMൻ്റെ രാഷ്ട്രീയ ചരിത്രം അങ്ങനെയാണ്. കോൺഗ്രസ് ആണെങ്കിൽ കുറച്ചുകൂടി ഘടകകക്ഷികൾക്ക് സീറ്റ് കൊടുക്കുന്ന ഒരു പാർട്ടി എന്ന രീതിയിൽ കോൺഗ്രസിൽ തണലിലേക്ക് വരുവാൻ അവർ ശ്രമിച്ചേക്കും എന്ന രാഷ്ട്രീയ നിഗമനം പുറത്തു വരുന്നുണ്ട്. തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവർ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.